നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മൾ ടീനേജിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് തോന്നുകയാണ് എനിക്ക് വേണ്ടത്ര ഹൈറ്റ് ഇല്ല, എനിക്ക് വേണ്ടത്ര കളറില്ല, അല്ലെങ്കിൽ ഞാൻ സ്മാർട്ടല്ല, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല, എനിക്ക് ഐ കോണ്ടാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് മുഖക്കുരുവുണ്ട്. ഗ്ലാമർ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടിയാണ് അവർ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് ആ സമയത്ത് നമ്മൾ എപ്പോഴും കണ്ണാടിയിൽ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും, ഞാൻ ഐ ആം നോട്ട് അപ് ടു ദി മാർക്ക്, അങ്ങനെ ഒരു തോന്നാനുള്ളത്. അതിനാണ് നമ്മൾ ഇൻഹിബിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഹിബിഷൻസ് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ ബ്രെയിനിൻ്റെ പ്രത്യേകതകളാണ് അതൊക്കെ. നമുക്ക് ഒരു പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും നാണം, അല്ലെങ്കിൽ പേടി, ടെൻഷൻ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ആ ചിന്താഗതികളും മനോഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എല്ലാത്തിനും ബോർഡർ ലൈൻസ് ഉണ്ട്. അത് കൂടിക്കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അപകർഷതാബോധം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സൊസൈറ്റിയിൽ ഒരു ഗ്രൂപ്പിൽ ഇൻട്രാക്ട് ചെയ്യാനോ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനോ സ്റ്റേജിലൊക്കെ കയറാനോ ഒരു പ്രസൻറ്റേഷൻ നടത്താനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്ര സ്മാർട്ടാണ്, എത്ര ഇൻ്റലിജൻ്റ് ആണെങ്കിലും ഇമോഷണലി ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇൻഹിബിഷൻസ് നമ്മൾ റൂൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഹിബിഷൻസിനെ നമ്മൾ റൂൾ ചെയ്യുക, അതിനെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുക. അതിനെ ഇമോഷണൽ നറിഷ്മെൻറ്റ് ആ ഒരു ഏജിൽ പ്രോപ്പറായിട്ട് നമുക്ക് കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സ്മാർട്ടായിട്ട് നമുക്ക് എക്സൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഹോളിസ്റ്റിക് തെറാപ്പി കൊടുക്കുന്നു.